നമ്മുടെ ലല്ലുവിന് 2 ദിവസമായിട്ട് പാടില്ല ഗൈസ്. എന്താണെന്നറിയില്ല, അവന് ഭയങ്കര ക്ഷീണം, എപ്പോഴും കിടപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ അവൻ എപ്പോഴും കിടപ്പാണ് പരിപാടി, എപ്പോഴും ഉറക്കം തന്നെയുള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കുകയും കുറച്ച് നേരമൊക്കെ എഴുന്നേറ്റിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഉറക്കമായതുകൊണ്ട് നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. 2 ദിവസമായിട്ടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പുള്ളി അങ്ങനെ എഴുന്നേൽക്കുന്നില്ല, വളരെ കുറച്ച് നേരത്തേക്കൊക്കെ എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് അറിയില്ല. നമ്മുടെ ലല്ലുവിൻ്റെ നേരത്തെ ഉള്ള ചാനലിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, അവർ ഏത് നേരം ഉറക്കം തന്നെയായിരിക്കും. എല്ലാ വീഡിയോയിലും എപ്പോഴും കിടന്ന് ഉറക്കം തന്നെയായിരിക്കും. അപ്പോൾ അവൻ്റെ മെയിൻ പരിപാടി അത് തന്നെയാണ്. പിന്നെ ഇവന് ഒരു വയ്യായികയുണ്ട്, കണ്ണിനൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട്, വയറിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് നമ്മളും വിചാരിക്കും. പക്ഷെ 2 ദിവസമായിട്ടേ ആൾക്ക് തീർത്തും വയ്യ. കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ്റെ കുഞ്ഞുവാവേന്ത ഇവിടെ ഉണ്ട് കേട്ടോ. അവർ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ നിഷ്കുവിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിഷ്കു എന്ന് അവൻ്റെ പേരല്ല കേട്ടോ, നിഷ്കളങ്കൻ, ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഫേസൊക്കെയാണ്. പക്ഷേ ഭയങ്കര കുറുമ്പാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് പേര് ഇവൻ്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേരുകൾ കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നിട്ടുള്ളതിൽ വെച്ചൊരു പേരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും നേരം അവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവൻ്റെ സ്വഭാവം മാറി, അവന് കളിമൂട് വന്നു, അവൻ്റെ അമ്മയുമായിട്ട് ഭയങ്കര കളിയിലേക്കായി. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ ഒരാളുടെ പണി കണ്ടോ. എൻ്റെ ഡ്രസ്സിൽ കയറി കിടക്കുവാണ്. അവിടെ കിടന്നവനാണ്, ഓടി വന്ന് ഇവിടെ കിടന്ന്. അങ്ങനെയാണ്, ഭയങ്കര പുന്നാരമാണ് ചില സമയത്ത്. പക്ഷെ പാവത്തിന് വയ്യാണ്ടായിപ്പോയി. ഓക്കെ, അവിടെ കിടക്കും. അവിടെ സംസാരമായിരിക്കാം. കുഞ്ഞാ, എന്തു പറ്റി ലല്ലുവിന്? ലല്ലുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കുഞ്ഞൻ വീണ്ടും എന്താ ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കാര്യം കണ്ടോ. ഒരു സ്ഥലത്ത് കുഞ്ഞിനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഭയങ്കര കളിയാണ്, ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ റോക്കി. എന്താണ് റോക്കി? വാ ഇവിടെ പോര്. റോക്കി ഇപ്പോൾ അകത്തേക്ക് പോക്കുവന്നാ. ഓക്കെ, ചെല്ലു. വാതിലടച്ചിട്ടേക്ക്. ഇനി നമ്മുടെ റോക്കിയെ എങ്ങനെ ശല്യം ചെയ്യാം എന്നാണ് നമ്മുടെ കുഞ്ഞൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. റോക്കിക്ക് നോട്ടം ഇട്ടിട്ടുണ്ട്. കുഞ്ഞാ ചെല്ലടാ. ഇപ്പം നമ്മുടെ കമൻസിൽ ആരൊക്കെയോ ഈ കുഞ്ഞിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞിനെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് തരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവനെ നന്നായിട്ട് നോക്കാനും സ്നേഹിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുന്നതാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരുപാട് പൂച്ചനെ വളർത്തിയിട്ട് കാര്യമില്ലല്ലോ. കുഞ്ഞനാണെങ്കിൽ എന്താ പറയുക, ഒരു വർഷത്തിലൊരു 3 അല്ലെങ്കിൽ 4 ഡെലിവറിയൊക്കെ ഉണ്ടാവും. അതിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പലരും നമ്മളോട് കുഞ്ഞുങ്ങൾ ചോദിച്ചൊക്കെ വാങ്ങിക്കാറുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് എത്തിച്ച് തരുന്നതാണ് കേട്ടോ. പക്ഷേ ഒരു കൗതുകത്തിൻ്റെ പേരിലാവരുത്. സ്നേഹിക്കാനും അവരെ നല്ല രീതിയിൽ നോക്കാനും അവർക്ക് സമയത്ത് ഫുഡ് കൊടുക്കാനും ഒക്കെ മനസ്സുള്ളവരാണ് നിങ്ങളെങ്കിൽ മാത്രം ഈ പൂച്ചയല്ല, ഏത് പൂച്ചേനും ആണെങ്കിലും വളർത്തുന്നത് അങ്ങനെയുള്ളൊരു മനസ്സുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ പൂച്ചയുടെ കളികൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ അതുപോലെ നമ്മുടെ മറ്റ് പൂച്ചകളുടെയും വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.